42-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചാട്ടെ. എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? വിഷാദിച്ച് ഉള്ളിൽ വേദനപ്പെടുന്ന ഒരു ദേഹി തന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് നീ ഞരങ്ങുന്നു? എന്തിന് നീ വേദനപ്പെടുന്നു? എന്തിന് നീ ഭാരപ്പെടുന്നു? ഈ ചോദ്യം അവനോട് തന്നെ ചോദിക്കുക. സ്തോത്രം. ഈ ചോദിക്കുന്നതിന് കാരണം അവൻ്റെ ജീവിതത്തിൽ 2 എക്സാമ്പിൾ അവനെ കാണിച്ചുകൊണ്ടാണ് ദൈവാത്മാവ് അവനോട് ഇടപെടുന്നത്. പ്രൈസ് ദി ലോർഡ്. 2 ഉദാഹരണം കാണിച്ചുകൊണ്ട് ഇടപെടുക. ആ ഇടപെടലിൻ്റെ അവസാനം അവൻ തന്നോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ എന്തിനാണ് വിഷാദിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഭാരത്തോടെ വേദനയോടെ വിഷയങ്ങളിൽ ഇരിക്കുന്നെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കാൻ പോവുകയാണ്, എന്തിന് ഞാൻ ഭാരപ്പെടണം? എനിക്ക് വേണ്ടി ഒരുവനുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് ഈ സങ്കീർത്തനക്കാരന് ഈ 5-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ തന്നോട് തന്നെ ചോദിക്കുമ്പോൾ 2 ഉദാഹരണം. ഒന്നാമത്തെ നമുക്കറിയാം, അതിന് 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ. അപ്പോൾ ഈ വേദനപ്പെട്ടിരിക്കുന്ന ഭാരപ്പെട്ടിരിക്കുന്ന ഈ വ്യക്തി ഒരു മാനിനെ കാണുകയാണ്, മാനിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ മാൻ ഒരു സാധാരണ മാനല്ല. പ്രൈസ് ദി ലോർഡ്. ഈ മാനിൻ്റെ പ്രത്യേകത ഇവിടെ എഴുതിയിട്ടുണ്ട്, ഈ മാൻ എങ്ങോട്ട് പോകാൻ ഭയങ്കരമായി ആഗ്രഹിക്കുക, നീർത്തോടുകളിലേക്ക് പോകാൻ. വാസ്തവത്തിൽ മാന് നീർത്തോടാണോ ആഗ്രഹം, പച്ചപ്പുല്ലാണോ ആഗ്രഹം? വാസ്തവത്തിൽ പച്ചപ്പുല്ല. നല്ല മനോഹരമായ പുൽമേടുകളിൽ പുല്ല് തിന്നുകൊണ്ട് നിൽക്കാനാണ് മാനിൻ്റെ ആഗ്രഹം. എന്നാൽ ഈ മാനിൻ്റെ ആഗ്രഹം അതല്ല. ഈ മാൻ നീർത്തോടിലേക്ക് ഓടുവാൻ ശ്രമിക്കുക, വെമ്പൽ കൊള്ളുക ഓടുവാൻ. എന്താ കാരണം? ഇതിനൊരു പ്രത്യേകത ഈ മാനിനുണ്ട്. ഈ മാനിങ്ങനെ പച്ചപ്പുല്ല് തിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക സംഭവം ഇവിടെ ഉണ്ടായി. ഈ മാൻ അറിയാതെ ചില വിഷപ്പുഴുക്കളെ വെച്ച് ഈ പച്ചപ്പുല്ല് കടിച്ചു തിന്നാനിടയായി. ഈ പച്ചപ്പുല്ലിനോടൊപ്പം ഈ മാനിന് മനസ്സിലായി, എൻ്റെ ഉള്ളിലേക്ക് എന്തുകൂടെ പ്രവേശിച്ചിരിക്കുന്നു, വിഷം കൂടെ പ്രവേശിച്ചിരിക്കുന്നു. ഇനിയും ഞാൻ പച്ചപ്പുല്ല് തിന്നോണ്ടിരുന്നാൽ എൻ്റെ ജീവിതം തകരും. എൻ്റെ ജീവൻ തിരിച്ചു കിട്ടണമെങ്കിൽ ഞാൻ വെള്ളം കുടിച്ച് ഇതിൽ മേലൊരു ജയമെടുത്തേ മതിയാകത്തുള്ളൂ. അത് തിരിച്ചറിഞ്ഞ് മാൻ ഓടുകയാണ്. എങ്ങോട്ട്? നീർത്തോടിലേക്ക് ഓടുകയാണ്. ഈ നീർത്തോടിലേക്ക് ഓടുമ്പോൾ പലരും നല്ല മനോഹരമായ പച്ചപ്പുല്ല് അതിന് ഇഷ്ടമുള്ളതിൻ്റെ മുമ്പിൽ കാണുമ്പോഴും അതിനെ വേണ്ട എന്ന് പറഞ്ഞ് ഓടുകയാണ്. കാരണം പച്ചപ്പുല്ലല്ല അവൻ്റെ ജീവൻ നിലനിർത്താൻ പോകുന്നത്, ഈ വെള്ളമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇവൻ ഓടുമ്പോൾ ഈ സങ്കീർത്തനക്കാരൻ പറയുക, അവൻ നീയും അതുപോലെ ഓട്ടത്തിന് മുന്നിലോട്ട് തയ്യാറാകണം. ഹല്ലേലൂയ. എന്താ കാരണം? നിന്റെ അകത്ത് കയറിയിരിക്കുന്ന ആദാമ്യ പാപത്തിൻ്റെ അംശം നിന്നെ മരണത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും ലോകത്തിൻ്റെ മോഹങ്ങളിലും ലോകത്തിൻ്റെ സുഖങ്ങളിലും ഓടിപ്പോകുന്ന നിന്നോട് ദൈവാത്മാവ് പറയുക, നിന്റെ അകത്തൊരു മരണം നിന്നെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തുനിന്ന് നിനക്കൊരു മോചനം വേണമെങ്കിൽ മറ്റൊന്നും പറ്റത്തില്ല, ദൈവസന്നിധിയിലേക്ക് നീ വാസ്തവമായി ഓടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്തിനാ ഇന്ന് വന്ന് ആരാധിക്കുന്നത്? എന്തിനാ ഇന്ന് വന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്? ഈ ദിവസങ്ങളിൽ ശത്രു നമ്മളെ അറ്റാക്ക് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വേദനയുടെ നടുവിലൂടെ അവിടെ എഴുതിയിരിക്കുന്നത് പോലെ നിരാശയുടെ നടുവിലൂടെ എൻ്റെ ആത്മാവെ വിഷാദിച്ചുള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഏത് വിഷയമാണ് നിങ്ങളെ ഇന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒറ്റ കാര്യമേ ഇവിടെ ഉള്ളൂ. എന്തു ചെയ്യണം? മാനിനെ പോലെ ഏത് ലോകത്തിൻ്റെ ഇമ്പങ്ങളും ഇതിനകത്തുനിന്ന് എനിക്ക് വിടുതൽ തരത്തില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എവിടെ ഓടണം? ദൈവസന്നിധിയിലേക്ക് ചെന്നിട്ട് പറയണം, എനിക്കിതിനകത്തൊരു വിടുതൽ വേണം ദൈവമേ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇതിന് തയ്യാറുണ്ട്? എത്ര പേർക്ക് ഇതിന് തയ്യാറുണ്ട്? അതുകൊണ്ട് എഴുതിയിരിക്കുകയാ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ. അടുത്തത്, ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഇന്ന് ആമൻ ഈ പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് ആത്മാവിൽ ഇന്ന് ആരാധിച്ചപ്പോൾ ആമൻ ദാഹത്തോടെ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് കണ്ണീരോടെ എനിക്കൊരു ജയം വേണം, എനിക്കൊരു വിടുതൽ വേണം, എൻ്റെ പ്രശ്നത്തിനൊരു വിടുതൽ വേണം. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും എൻ്റെ മുമ്പിൽ പ്രശ്നമില്ലല്ലോ. ആമേൻ, നിങ്ങൾ നോക്ക്, നമ്മളായിരിക്കുന്ന ഭൂമിയെ തന്നെ ഈ പൈശാചിക ശക്തികൾ അവൻ്റെതായിട്ടുള്ള ദോഷ വലയത്തിനകത്ത് അവൻ്റെ വിഷമിട്ടുകൊണ്ട് അവൻ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മൗനമായി ഇരിക്കുകയല്ല, അവൻ ജോലിയെ ചിന്തിച്ചിരിക്കുകയല്ല, നാളത്തെ ചിന്തിച്ചിരിക്കുകയല്ല. ഇതിനകത്തുനിന്നൊരു ജയം വേണമെന്ന് കണ്ട് ഒന്നോടാൻ തയ്യാറുള്ള എത്ര പേർക്ക് ഇന്ന് പകൽക്കാല സ്തോത്രം പറയാൻ കഴിയും? ആമേൻ. അവരെ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാനിടയാകട്ടെ. എത്ര പേർക്ക് അതിന് കഴിയുന്നുണ്ട്? എത്ര പേർക്ക് അതിന് കഴിയുന്നുണ്ട്? ആത്മാവിൽ നിന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം എൻ്റെ ശരീരത്തിൽ വ്യാപരിച്ചിരിക്കുന്ന ആമേൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മാനസിക ടെൻഷൻ എൻ്റെ മേലിട്ട്, ആമേൻ എനിക്ക് ചിന്തകളിട്ട്, എനിക്ക് പ്രശ്നമിട്ട്, എൻ്റെ ശരീരത്തിൽ രോഗമിട്ട്, എന്നെ ഡിസ്റ്റർബ് ചെയ്ത് എന്നെ മരണത്തിലേക്ക്, എന്നെ പലതിലേക്കും ആമേൻ ആവഹിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളേൽ ആത്മാവിൽ ആരാധിച്ച്, ആമേൻ ദാഹജലം കുടിക്കുന്നത് പോലെ ആത്മാവിൽ ആരാധിച്ച് ഇന്ന് ജയമെടുത്തെന്ന് പറയാൻ കഴിയുന്ന എത്ര പേര് വിടിയിരിപ്പുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അവർ അല്പസമയം ഒന്ന് ദൈവത്തെ സ്തുതിക്കുമോ? അവർ ദൈവത്തെ ഒന്ന് ആരാധിക്കുമോ? ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കാനാ. ഉറപ്പുള്ളവർ ആത്മാവി ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അത് തിരിച്ചറിയുന്നുണ്ടോ നമ്മൾ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി ആമൻ ഒരു ദാഹ, ആമൻ എന്താ പറയുന്നത്, ആമൻ ജലം നമുക്ക് വേണ്ടി ഒരു ജീവ നദി ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുക. ആ ജീവൻ നദി പാനം ചെയ്യുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും എന്താ പറയുന്നത്, ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് വന്നിരിക്കും, ആരാധനയ്ക്ക് വരും, എല്ലാ ആഴ്ചയിലും വരും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലൊരു മനുഷ്യന് ഒരു സ്വപ്നം കണ്ടു. അതേ സഭയിലൊരു മൂപ്പന. അതേ രാത്രി കിടക്കുമ്പോൾ പടുക്കുമെന്നൊരു സ്വപ്നം കണ്ടു. കാരണം സ്വപ്നം ഇതാ, അദ്ദേഹം സ്വപ്നം കണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തെ കാണാൻ പോവാന്ന് പറഞ്ഞു. ആരെ കാണാൻ പോവാ? ദൈവത്തെ കാണാൻ സന്തോഷമുള്ള എല്ലാവരും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കാണാനായിട്ട് പുള്ളി ഉറക്കത്തിലങ്ങ് പോയി, സ്വപ്നത്തിലങ്ങ് പോയി. ചെന്ന് നേരെ സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തിൽ കവാടത്തിൽ ചെന്നപ്പോൾ ഒരു ദൂതൻ അവിടെ നിൽക്കുക. ദൂതൻ പറഞ്ഞു, എങ്ങോട്ട് പോവാ? ദൈവത്തെ ഒന്ന് കാണണം, അതിന് പോകാമെന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു, ദൈവത്തെ കാണണേ, ദൈവത്തിൻ്റെ അനുവാദം വേണം, എല്ലാ വാനൊക്കത്തിലും ഞാൻ പോയി ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ദൂതനകത്ത് എന്നിട്ട് പറഞ്ഞു, ഒരു പുള്ളി വന്നിട്ടുണ്ട്. ആരും ചോദിച്ചു. അത് ഇന്ന സഭയിലെ മൂപ്പനാന്ന് പറഞ്ഞു. ഒരു സഭയുടെ മൂപ്പനായിരുന്നു പുള്ളി. അപ്പോൾ എളുപ്പം സ്വർഗത്തിൽ ചെല്ലാമല്ലോ. നിങ്ങളുടെ കാര്യമല്ല കൊണ്ട് കുഴപ്പമില്ല കേട്ടോ, സ്വത്രമൊക്കെ പറഞ്ഞോളാം. പ്രൈസ് ദി ലോർഡ്. ദൈവം അവിടെ ചോദിച്ചു, ആരെ വന്നു? ചിന്നാരാന്ന് പറഞ്ഞു. ഉടനെ ദൈവം പറഞ്ഞു, 5 വർഷം എൻ്റെ അടുത്ത് വരാത്തവനെ എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. 5 വർഷമായി പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ദൂതൻ വെളി വന്നിട്ട് പറഞ്ഞു, ദൈവം പറഞ്ഞു അങ്ങോട്ട് കയറണ്ട, നീ 5 വർഷമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടില്ല. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ആ സഭയിലെ മൂപ്പൻ ഞാനാ, എല്ലാ ദിവസവും സ്വോത്രാഴ്ച എണ്ണുന്നത് ഞാനാ, മാത്രമല്ല സങ്കീർത്തനം പ്രബോധിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് ആ പാസ്റ്റർ ഇല്ലെങ്കിൽ ഒരു പ്രസംഗമൊക്കെ കൊടുക്കുന്ന ഞാനാ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നറിയാം, ദൂതൻ പറഞ്ഞു, ഒരു ദൈവം പറഞ്ഞ് ശരിയാണോന്നറിയാൻ ഒരു മിഷൻ അങ്ങോട്ട് ഓണാക്കി കാണിച്ച് നീ നോക്കിക്കോളാൻ പറഞ്ഞു. ശരിയാ, കറക്റ്റാ. പുള്ളി സ്വോത്രാഴ്ച എണ്ണുന്നത് അതിനകത്തുണ്ട്. സ്വോത്രം ഈ പ്രബോധിക്കുന്നത് അവിടെ ഉണ്ട്, പ്രസംഗിക്കുന്ന അവിടെ ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പം എന്നറിയാമോ? ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര പ്രൈസ് ആൻഡ് വർഷിപ്പ് നടക്കുക. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി മാർക്കറ്റിൽ കൂടെ നടക്കുക. സ്തോത്രം. മനസ്സിലായില്ലായിരിക്കും. പുള്ളി മാർക്കറ്റിൽ കൂടെ നടക്കുക. അവിടെ നോക്കുമ്പോൾ എവിടെ ചെന്നിട്ടില്ല, ദൈവസേനയിൽ ചെന്നിട്ടില്ല, പുള്ളി മാർക്കറ്റിൽ കൂടെ നടക്കുക, ആരാധന നടക്കുക.
അപ്പം അടുത്ത വ്യൂ വന്നു. അടുത്ത വ്യൂ വന്നപ്പോൾ സങ്കീർത്തനം വായിക്കുക. സങ്കീർത്തനം വായിച്ച് സങ്കീർത്തനം പ്രബോധിപ്പിക്കുമ്പോൾ പുള്ളി എവിടെയാണെന്നറിയാം? പുള്ളി ഭാര്യ വീട്ടിൽ പോയി. സ്വത്രം. പുള്ളി എവിടെ? ജോലി സ്ഥലത്ത് പോയി, അവിടെ കിടക്കുക. അവൻ അടുത്തത് കഴിഞ്ഞിട്ട് നല്ല പ്രാർത്ഥനാ സമയം. പ്രാർത്ഥനാ സമയം വന്നപ്പം നമുക്കറിയാമല്ലോ, പുള്ളിക്ക് നല്ലവണ്ണം അവൻ ചിന്തിച്ചു, വേറെ വഴിയോടെ പ്രാർത്ഥനാ വിഷയം പറഞ്ഞ് ഇതിലേക്കൊക്കെ ഇറങ്ങി. പിന്നെ ഒരു മനോഹര പ്രസംഗം, 1 മണിക്കൂറിൻ്റെ പ്രസംഗമല്ലേ, പുള്ളി സുഖമായിട്ടിരുന്ന് ഉറങ്ങിക്കൊടുത്തു. 1 മണിക്കൂറിൻ്റെ. അപ്പോൾ നോക്കിയപ്പോൾ സ്ക്രീനിൽ കൂടെ നോക്കിയപ്പം പുള്ളി സ്വത്രാശി എണ്ണിയിട്ടുണ്ട്, പ്രബോധിപ്പിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ 1 മിനിറ്റ് പോലും ഇവിടെ ചെന്നിട്ടില്ല, ദൈവസന്നിധി ചെന്നില്ല. കർത്താവ് പറഞ്ഞു 5 വർഷമായിട്ട് ദൈവസന്നിധി ചെല്ലാത്തവൻ എനിക്ക് വേണ്ട, തള്ളിയേക്കാൻ പറഞ്ഞു. ദൂരം പറഞ്ഞ് പൊക്കോന്നൊരു പാട്ടും പറയാം. പുള്ളി കെട്ടിലെ കിടന്ന് എട്ടിയെ കൊണന്നു. സ്വത്രം. പുള്ളിക്ക് അന്നേരം മനസ്സിലായ സ്വപ്നമാണ്. അന്ന് പുള്ളി താഴെ ഇറങ്ങിയിട്ട് പറഞ്ഞു, ദൈവമേ ഇനി ഈ സംഭവം ഞാൻ ചെയ്യത്തില്ല. മുട്ടുമടക്കി ദൈവസന്നിധിയിൽ സമർപ്പിക്കാനിടയായി. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന മൂപ്പന്മാർ വല്ലതും അങ്ങനെ ഉണ്ടോ? സ്വത്രം. ആരും ഒരു സ്വത്രം പറഞ്ഞില്ല. എല്ലാവരും അതാണോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ അവൻ ഓർത്തോണം കേട്ടോ. അവൻ ദൈവസന്നിധിയിൽ വന്നാണ് നമ്മൾ ഇരിക്കുന്നത്, പുറമേ ഉള്ളതല്ല വേണ്ടത്. മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ഞാനിവിടെ പ്രസംഗിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ അവൻ അടുത്ത നെക്സ്റ്റ് പ്രസംഗിക്കുന്നു. നിങ്ങൾക്ക് ചിന്ത ഏതിൽ വേണേലും പോകാം. നിങ്ങൾക്ക് മാർക്കറ്റിൽ പോകാം, നിങ്ങൾക്ക് ഭാര്യ വീട്ടിൽ പോകാം, അവൻ നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് പോകാം. പക്ഷെ ഒരിക്കലും ഇത് വെളിപ്പെട്ട് വരുന്നൊരു ദിവസമുണ്ട് കേട്ടോ. അന്ന് ദൈവം പറയും, ഒരിക്കലും ഒരു നിമിഷം പോലും എൻ്റെ അടുത്ത് വരാത്ത നിന്നെയല്ല ഞാൻ അനുഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ ഏറ്റെടുത്ത് പറ, കർത്താവേ ഞാൻ നിൻ്റെ അടുത്തേക്കൊന്ന് വരികയാ. എങ്ങനെ ഈ മാൻ വരുന്നത് പോലെ എത്ര പേരുടെ നാവുകൾ ചലിച്ചു വചനം കേൾക്കുമ്പോൾ സ്വത്രം പറയാൻ കഴിയുന്നുണ്ട്. ആമേൻ പറ, കർത്താവേ ഞാനത് റിസീവ് ചെയ്യുക. ആമേൻ ഞാനത് കുടിക്കുക. ഈ വചനം ഞാൻ ആമേൻ കുടിക്കുകയാ. ആമേൻ അവൻ അകത്തേക്ക് ആമേൻ ഇത് ഭക്ഷിക്കുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ ദൈവത്തെ സ്തുതിച്ചേ. നിങ്ങൾക്കറിയാമോ, ആമേ ശബ്ദം വെക്കാതെ വെള്ളവും കുടിക്കാനും ശബ്ദം വെക്കാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? സ്വത്രം. എൻ്റെ വൈഫും എൻ്റെ മക്കളും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴാണ്. എന്നോട് പറയും, ഡാഡി അതിലൊക്കത്തെല്ലാം ആൾക്കാർ ഇരിപ്പുണ്ടെന്ന്. സ്വത്രം. പ്രീസലോ. ഞാൻ പറയും, ഞാൻ ഇത് ആസ്വദിച്ച് കഴിക്കുക. സ്വത്രം. പ്രീസലോ. ആസ്വദിച്ച് കഴിച്ചാൽ എന്തുണ്ടാകും? ഇച്ചിരി ശബ്ദമൊക്കെ ഉണ്ടാകും. പെട്ടെന്ന് അവൻ നമ്മുടെ ഭാഷ പറഞ്ഞ് നിങ്ങൾക്കറിയാമെന്നറിയത്തില്ല, നാട്ടിൽ രാവിലെ കോഴി അഴിച്ചു വിട്ടേച്ച് അവൻ കോഴി വന്ന് തവിട് തിന്നുന്നത് പോലെ തിന്നേച്ച് പോകുന്നവരല്ല നമ്മൾ, അറിയാമല്ലോ. ഒറ്റ വിഴുങ്ങ, പിന്നെ നിന്ന് വിഷമിക്കുക. അങ്ങനല്ല, രുചിയോടെ കഴിച്ചാൽ. ഇന്ന് ഈ പകൽക്കാലം ഞാൻ ആത്മാവി പറയാം, നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഏത് കെട്ടുകളും ഇന്ന് അഴിയും. ഹല്ലേലൂയ. വെറുതെയല്ല സ്വത്രം പറയുന്നത്. ഇന്ന് ഞാൻ ആത്മാവി ചോദിക്കട്ടെ, എത്ര മനോഹരമായ കുഞ്ഞുങ്ങളുടെ പാടിയത്. ആമേൻ. പ്രിയ ബ്രദർ ആത്മാവിലൂടെ സൃഷ്ടിച്ചു. ആത്മാവി പാടിയപ്പോൾ കണ്ണിനകത്തുനിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണ എത്ര പേര് ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ആകം പടയ്ക്കണം കുഞ്ഞേ. ഹല്ലേലൂയ. എന്നാ കാര്യം? നമ്മൾ മരണത്തിൻ്റെ വക്കിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാ. ശത്രു പലതിനെ തകർത്തുകൊണ്ടിരിക്കുകയാ. ആമരമനെ ആത്മാവ് പലതിനെയും വിഷാദിച്ചുകൊണ്ടിരിക്കുകയാ. നാളത്തെക്കുറിച്ച് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ 8-10 വർഷം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ എല്ലാവരും നല്ല ബലത്തിലാണ് നിന്നത്. ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞു, ഞാൻ പലരും ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവിടെ ചോദിച്ചു, എന്താ ഗൾഫിൽ നിന്നൊക്കെ ഇഞ്ഞു പോകുന്നത്? എൻ്റെ പാസ്റ്റേ, ഗൾഫിൽ നിന്ന് ഇറങ്ങിയാൽ അവിടെ ടെൻഷനാ. നാളെ ജോലി കിട്ടുമോ, നാളെ കിട്ടുമോ, ഓഫീസിൽ നിന്ന് തിരിച്ചടി, ടെൻഷനാ. 8 വർഷം വരെ ടെൻഷൻ ഇല്ലാതാകാൻ അവർ ഈ പാശ്ചാത്യ ദേശത്ത് വന്ന് അവർ സെറ്റിലായി. എന്നാൽ 8 വർഷം കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ഈ ദിവസങ്ങളിൽ പല ആൾക്കാരെ കാണുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്തോ പറ്റി? എന്തോ പറയാനാ, ഗൾഫിൽ നിന്ന് ഇട്ടിറങ്ങി വന്ന് 2.5 വർഷമായി. അടുത്ത മാസം എന്താ വരുന്നതെന്നറിയത്തില്ല. അവിടെ ടെൻഷനേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം ടെൻഷൻ്റെ മേൽ ടെൻഷനാ പാസ്റ്ററേ. ഹല്ലേലൂയ. പോയ പോക്ക് കണ്ടോ? അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ. ആമേൻ, നീ ദൈവസന്നിധിയിൽ വാ. ആമേൻ, നിനക്ക് മേത്തരമായി തരുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. ഒരുപക്ഷേ ആമേൻ ഭൂമിയും എൻ്റെ പൂർണ്ണതയും ഭൂതലം എൻ്റെ നിവാസിലാണെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തുതിച്ചുകൊണ്ട് പറ. ആമേൻ. ലോകം മുഴുവനും എൻ്റെ ദൈവത്തിൻ്റെ അധീനതയിലാ. എൻ്റെ ആത്മാവ് വിഷാദിച്ചിരിക്കുവാനല്ല, ആമേൻ, പിന്നെയോ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്.
ഹല്ലേലൂയ. ആമേൻ. അടുത്തത് ഇവനെ കാണിക്കുന്നത് മാലിന്യമല്ല. ആമേൻ. അതിൻ്റെ 42 സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 7-ാമത്തെ വാക്യം, 7-ാം വാക്യം. നിന്റെ നീർച്ചാട്ടങ്ങളുടെ നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു. ആഴി ആഴിയെ വിളിക്കുന്നു. ആമേൻ. ശ്രദ്ധിച്ചേ, നീർച്ചാട്ടങ്ങൾക്ക് എന്തുണ്ട്? ഒരു ഇരച്ചിൽ. ഇരച്ചിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ എഴുതിയിട്ടുണ്ട് ഡീപ് സൗണ്ട്. ഒരു ഡീപ് സൗണ്ട് ഉണ്ട്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുക, ഈ ആഴി ആ ആഴിയെ വിളിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ആഴികൾ തമ്മിൽ പറയുക എന്താ കാര്യം? ഞാനിവിടെ ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പട്ടുപോയിട്ടില്ലെന്ന്, ഞാൻ വറ്റിപ്പോയിട്ടില്ലെന്ന്. അനേക സൂര്യൻ്റെ മേൽ അടിച്ചു, ഓളങ്ങളും തിരമാലകളും എന്നെ കടന്നുപോയി, ഞാൻ തീർന്നു പോകേണ്ടുന്ന പല സന്ദർഭങ്ങളിലും വന്നു. എന്നാൽ ഇന്നും ഞാൻ ജീവിക്കുന്നു, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ട്. എന്നാ കാര്യം? ഒരു മുൻമഴ എന്നെ ബലപ്പെടുത്താൻ ഇടയായി. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാം, ആ മുൻമഴയും പിൻമഴയും എൻ്റെ മേൽ പെയ്തുകൊണ്ടിരിക്കുകയാ. അല്ലെങ്കിൽ ഞാൻ പട്ടുപോകേണ്ടുന്ന പല സന്ദർഭങ്ങളിലോ, ഇല്ലാതാകേണ്ടുന്ന പല സന്ദർഭങ്ങളിലോ അവൻ എൻ്റെ മുമ്പിൽ വന്നുപോയി. ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ വീടെ കടന്നുപോയി. എന്നാൽ തീരാതെ വണ്ണം ഞാൻ ഇവിടെ ഉണ്ട്. എന്തിനാണെന്നറിയാമോ? അവൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കാൻ. അവിടെ എഴുതിയിരിക്കുക, എൻ്റെ ഓളങ്ങൾ നീർച്ചാട്ടങ്ങളുടെ ഇഴച്ചിലാൽ ആഴിയെ വിളിക്കുക. അവൻ എന്താ? ഞാനിവിടെ ഉണ്ടെന്നേ. ഹല്ലേലൂയ. എന്നെ തകർത്തു കളയുവാൻ ശത്രു പല സന്ദർഭങ്ങളിലും ആമേ കോപ്പ് കൂട്ടിയെങ്കിലും, ഞാൻ ഇല്ലാതായി തീരാൻ ആമേ പല അനുഭവങ്ങളും കടന്നുപോയെങ്കിലും ഇന്നും ആമൻ എൻ്റെ ശബ്ദം നിലച്ചിട്ടില്ല, എൻ്റെ സ്തോത്രം നിലച്ചിട്ടില്ല, എൻ്റെ കയ്യടി നിലച്ചിട്ടില്ല, ആത്മാവിലുള്ള ആമേ പ്രാർത്ഥന നിലച്ചിട്ടില്ല. വിശ്വസിക്കുന്നവരെന്ന് ദൈവത്തെ സ്തുതിച്ചേ. എങ്ങനെയാണ് ആമേൻ? ഒന്നാമതും മാനിനോട് പറയുക, ആമേൻ, നീ മരണത്തെ ജയമെടുക്കുവാൻ, നിന്റെ ജീവിതത്തിൽ തകരുന്ന അവസ്ഥയെ ജയമെടുക്കുവാൻ നീ ദൈവത്തിൻ്റെ അടുത്തേക്ക് ആമേൻ ദാഹിക്കുന്ന അനുഭവത്തോടെ നീ ഓടിച്ചെല്ലുക. ആമേൻ. രണ്ടാമത് പറയുക, നീർച്ചാടില് ആമേൻ നീർച്ചാട്ടങ്ങളെ പോലെ ചെല്ലണം. എന്തിനാ ചെല്ലേണ്ടത്? അവിടെ എഴുതിയിരിക്കുന്ന 4-ാമത്തെ വാക്യം, ഉത്സവമാചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ. അല്ലെങ്കിൽ പുരുഷാരത്തിന്റെ സ്വരത്തോടുകൂടെ. ഹല്ലേലൂയ. പറഞ്ഞു മനസ്സിലായോ? ആമേൻ. ആമേൻ. എങ്ങനെ ആമേൻ ആടി നിൽക്കുന്നത്? വലിയ വെള്ളച്ചാട്ടം, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ. അതിൻ്റെ ശബ്ദം എങ്ങനെ? അതുപോലെ ആമേൻ. ഈ ദൈവം നിനക്ക് വിടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആമേൻ ആ സ്തോത്ര സ്വരത്തോട് അങ്ങോട്ട് ചെല്ലണം. ഒരു ചെറിയ സ്തോത്രമല്ല ഇവിടെ വേണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. ഒരു ചെറിയ ആമേൻ ഹല്ലേലൂയ അല്ല അവിടെ വേണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. പുരുഷാരത്തിൻ്റെ സ്തോത്രം. എന്താ കാര്യം? ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ? വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, അവനെ എടുക്കണ്ട, അവൻ പുരുഷാരത്തിൻ്റെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും അവൻ തകർത്ത ഇടിമുഴക്കം പോലെയും വലിയ പുരുഷാരത്തിൻ്റെ കോശം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ. ഓർത്ത് നോക്കിക്കേ, ദൈവസന്നിധിയിൽ ആരാധിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, തകർത്ത ഇടിമുഴക്കം പോലെ. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ ചോദിക്കട്ടെ, ആരോഗ്യത്തിന് വല്ല കുറവുമുണ്ടോ? ആമേൻ. സ്തോത്രം പറയാം, വല്ല കുറവുമുണ്ടോ? നാവിന് വല്ല കുറവുമുണ്ടോ? വചനം കേൾക്കുമ്പോൾ ഉച്ചത്തിൽ നിന്ന് സ്തോത്രം പറയാൻ എന്താ പറ്റാത്തത്? എവിടെയോ നമ്മളെ ഞെരുക്കി വെച്ചിരിക്കുന്ന ഇരുട്ടിൻ്റെ അവസ്ഥയെ അവൻ ജയമെടുത്തിട്ട് ആമൻ ഈ ആരാധന മധ്യത്തിൽ 6 ദിവസം നമ്മൾ നടത്തി. ആമേൻ. 7-ാം ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ 6 ദിവസം ബലത്തോടെ നടത്തിയ ആമേൻ സംസാരിക്കാൻ ബലം തന്ന, ആമേൻ ജോലി ചെയ്യാൻ ബലം തന്ന, ആമേൻ വാഹനം ഓടിക്കാൻ ബലം തന്ന, ആമേൻ നല്ല ഉറക്കം തന്ന ആമേൻ ദൈവത്തെ ആമേൻ വെറുതെ സ്തോത്രം പറയാനല്ല ഇവിടെ പറയുന്നത്. ആമേൻ വലിയ പുരുഷാരത്തിൻ്റെ സ്വരത്തോടുകൂടി ആമേൻ ഇന്ന് പകൽ ചെല്ലാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അവരുടെ നാവുകൾ അല്പം ചലിക്കട്ടെന്നേ, അവരുടെ നാവുകൾ 2 മിനിറ്റ് സ്തോത്രം പറയുന്നേ. ആമേൻ. അവര് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങുന്നേ. ആമേൻ. അങ്ങനെയുള്ളവനാ ധൈര്യത്തോടെ പറയേണ്ടത്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ നരങ്ങണ്ട. ആമേൻ. എൻ്റെ ദൈവത്തെ ഞാൻ
വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അത് 2 പ്രാവശ്യം അവിടെ എഴുതിയിരിക്കുന്ന അവസാനം ആ വാക്യം എഴുതിയിരിക്കുന്നത്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്. അതിൻ്റെ അവസാനത്തെ വാക്യമില്ല, ഒന്ന് വായിച്ച അവസാനത്തെ വാക്യം. എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. അവിടെ എഴുതിയിരിക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വ്യക്തമായി എഴുതിയിരിക്കുക. ആരിലെ പ്രത്യാശ വയ്ക്കേണ്ടത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എന്നാ കാര്യം? എൻ്റെ ഹൃദയത്തിൽ ആത്മാവ് ഞരങ്ങിക്കൊണ്ടിരിക്കുക, വിവിധ വിഷയങ്ങളുടെ മേൽ ഭാരപ്പെട്ടിരിക്കുക. എന്നാൽ ദൈവാത്മാവ് 2 വിഷയങ്ങളെ ചൂണ്ടിക്കൊണ്ട് പറയുക, നീ ആ മാനിനെ ഒന്ന് നോക്കിക്കേ. മരണത്തോട് വാക്കെഴുതിയിരിക്കുന്ന മാന, ഇപ്പോൾ ചത്തുവിടുമെന്ന് വിചാരിച്ച മാന. അവൻ ലോകത്തിൽ മനോഹര പുല്ലവിടെ നിൽക്കുമ്പോൾ അതിലേക്ക് തിരിയാതെ, അവൻ്റെ നല്ല ആഹാരം അവിടെ ഇരിക്കുമ്പോൾ അതിലേക്ക് തിരിയാതെ, അവൻ്റെ ജീവൻ നിലനിർത്തേണ്ട അവൻ നദിയിലേക്ക് അവൻ ഓടിപ്പോയി അവൻ ജീവൻ പ്രാപിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മളെ ഞെരുക്കുന്ന, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മളെ പ്രശ്നത്തിലിടുന്ന, അവൻ പലതിലും അവൻ ഇല്ലാതാക്കുമെന്ന് ഭയപ്പെടുത്തുന്ന ദുഷ്ടന്റെ മേൽ ജയമെടുക്കാൻ നീ ഓടേക്കോട് ദൈവസന്നിധിയിലേക്കൊന്ന് ഓടിച്ചെന്ന് നീ ആവോളമൊന്ന് ഭക്ഷിക്ക്, ആവോളമൊന്ന് പാനം ചെയ്യ്. ഇന്ന് നിനക്കൊരു ജയം തരാൻ പോകുകയാ. അതിൽ അടുത്തത് പറയുന്നു, അവൻ ആ ചാലുകളെ നോക്കിക്കേ. അവൻ ഓളങ്ങളും തിരമാലകളും കടന്നുപോയി ഇല്ലാതായി പോകേണ്ടുന്ന, തകർന്നു പോകേണ്ടുന്ന പല സന്ദർഭങ്ങളിലും അത് വിളിച്ചു പറയാ, ഇല്ല, അവൻ മുൻമഴയും പിന്മഴയും എന്നെ ഇന്ന് ജയത്തോടെ നിർത്തിയിരിക്കുന്നു. അവൻ അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കത്തില്ല, പുരുഷാരത്തിന്റെ സ്വരത്തോടു കൂടി എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അതിന് ധൈര്യമുണ്ട്? എത്ര പേർക്ക് പറയാ, ആമേൻ, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കും, എനിക്കൊരു പ്രശ്നവുമില്ലല്ലോ, എനിക്കൊരു പ്രയാസവുമില്ലല്ലോ. പ്രശ്നമുണ്ടേലും പ്രയാസമില്ലേലും അവൻ ദൈവാത്മാവ് പറയുക, അവനെ ആത്മാവിൽ ആരാധിക്കണം. ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് നോക്കിക്കേ, അവൻ അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാ, അവൻ സമൂഹമധ്യേ അവൻ ഞാൻ എങ്ങനെ ആലയത്തിലേക്ക് ചെല്ലുക? പുരുഷാരത്തിൻ്റെ സ്വരത്തോടു കൂടി. അവൻ നിങ്ങളുടെ അവൻ നാവിളൊന്ന് ചലിക്കാമോ? അല്പസമയം ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? അവൻ കേട്ട വചനത്തിൻ്റെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? എല്ലാവരുടെ നാവുകളൊന്ന് ചലിച്ച് ആമനെ ആമൻ, ഞാൻ പറഞ്ഞതല്ല, ഈ വചനം പറയുക. ആമൻ, നിങ്ങളുടെ വിഷാദമെന്ന് മാറട്ടെ, നിങ്ങളുടെ വേദനയെന്ന് മാറട്ടെ, ആമൻ, നിങ്ങളുടെ ഞെരുക്കമെന്ന് മാറട്ടെ. ആമൻ, നിങ്ങളോട് തന്നെ പറ. ആമൻ, നിന്റെ അകം കൊണ്ട് പറ, നിന്നോട് തന്നെ പറ, എൻ്റെ ആത്മാവേ ഈ വിഷാദിച്ചുള്ള ഞരങ്ങുന്ന എന്ത്. ആമൻ, ഇന്നു പകൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിന് മേൽ ഭാരപ്പെടുന്നെങ്കിൽ ആമൻ, വാ തുറന്ന് നിന്നോട് തന്നെ പറ. ആമേൻ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അല്പസമയം ഈ സഭയ്ക്കകത്ത് ആരാധന ഒന്ന് വെളിപ്പെടട്ടെ. ആമേൻ, യൗവന കുഞ്ഞുങ്ങളാണല്ലോ. ആമേൻ, നിങ്ങളുടെ ശബ്ദം ഒന്ന് ഉയർത്തുന്നേ. ആമേൻ, ആമേൻ, പ്രസംഗിക്കുന്നവർ വേണ്ടിയല്ല. ആമേൻ, ആമേൻ, ഇന്ന് പകൽ ആത്മാവിലൊന്ന് ആരാധിക്കട്ടെ. ആമേൻ, ശബ്ദം ഒന്ന് ഉയരട്ടെ. ദൈവകൃപയൊന്ന് വ്യാപരിക്കട്ടെ. ആമേൻ, ജീവജല നദി ഇവിടെ ഒന്ന് ഒഴുകട്ടെ. ആത്മാവിലൊന്ന് പാനം ചെയ്യാൻ തയ്യാറാകുക. ആമേൻ, ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ. അവനെ ഞെരുക്കുന്ന ദുഷ്ടന്റെ ആധിപത്യങ്ങൾ തകരട്ടെ. അവനെ മനപ്രയാസപ്പെടുത്തുന്ന ഇരുട്ടിന്റെ ബന്ധനങ്ങൾ തകരട്ടെ. അത് വിശ്വസിച്ചുകൊണ്ട് ആത്മാവിലൊന്ന് സ്തോത്രം പറഞ്ഞ് അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ ബലമുള്ളവരെല്ലാം അല്പസമയം ദൈവത്തെ സ്തുതിച്ച് ഉരതന ഘടകന ഘടകനാഥ ഗന്ധരാജന. ആമേൻ, ആമേൻ, എല്ലാവരും ഉയരത്തിലേക്ക് പോ.